ഹലോ ഓൾ, ദിവ്യസ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു യൂട്യൂബ് ജേണിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഒരു യൂട്യൂബ് ജേണിയെ കുറിച്ച് പറയാൻ മാത്രം അല്ലെങ്കിൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ഒന്നും അല്ല ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. മാത്രമല്ല എനിക്ക് അത് അത്ര ഭയങ്കര ഒരു ഗ്രോത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ കുഴപ്പമില്ലാതെ ഒരു സാധാരണ ഒരു യൂട്യൂബർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പോകുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ സാധിക്കാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മേ ബി പുതിയ ചാനൽ തുടങ്ങുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം ഇത് അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് യൂട്യൂബിൽ നിന്നിട്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഡൗട്ട്സ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ മേ ബി അവർക്ക് ഹെൽപ്ഫുൾ ആവും. പിന്നെ എന്നോടും പേഴ്സണലി കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട്, വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത്, യൂട്യൂബിൻ്റെ ഒരു ഗ്രോത്ത് എങ്ങനെ വരും, എപ്പോഴാണ് മോണിറ്റൈസേഷൻ കിട്ടുക, അതിനെന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട് എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഷെയർ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയാറുള്ളത്, എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത് കുറേ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരു പ്ലാനാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. ശുഭസി ശീക്രം എന്നാണ്. നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ തുടങ്ങിക്കോളൂ. കാരണം യൂട്യൂബ് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും അവരുടെ പോളിസീസ് അവർ റിവൈസ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. ഡെയിലി പല ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം യൂട്യൂബിൽ ഒരുപാട് പേര് ഇപ്പം വർക്കിംഗ് ആണ്, അറിയാലോ. ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്, ഒരുപാട് പേര് ഇപ്പം യൂട്യൂബിലേക്ക് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവരവരുടെ പോളിസീസും അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അങ്ങോട്ട് പോകുന്തോറും അവരുടെ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ ചിലപ്പം ഒരുപാട് എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഒക്കെ വരാം. ഇപ്പോൾ തന്നെ ഞാൻ കേട്ടു, ഇപ്പോൾ ഓൾറെഡി യൂട്യൂബിലുള്ള ഒരാൾക്ക് എന്താ പറയുക, അവരെന്തെങ്കിലും ഈ വയലേഷൻസ് ചെയ്യുകയാണെങ്കിൽ, ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൻ്റെ വയലേഷൻസ് വല്ലതും ചെയ്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ അവർക്ക് പിന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റില്ല എന്ന് വരെ ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. ഈവൻ അവരുടെ വൈഫൈ ഉപയോഗിച്ചിട്ടോ ഫോൺ ഉപയോഗിച്ചിട്ടോ വേറെ ആളുടെ ഐഡിയ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു ചാനൽ തുടങ്ങാൻ പറ്റില്ല എന്നാണ് പുതിയൊരു പോളിസി ഉള്ളത്. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബാക്കി നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ട്, നിങ്ങളുടെ കണ്ടന്റ്, നിങ്ങളുടെ ഒരു കൺസിസ്റ്റൻസി ഒക്കെ അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറേ പഠിക്കുന്ന സമയമൊന്നും പറയുന്നില്ല, അതിന് ശേഷം തൊട്ട് തന്നെ അങ്ങനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. അതായത് ചാനൽ തുടങ്ങ്, എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമുണ്ടല്ലോ, നീ സംസാരിക്കുകയെ, അവർ എഡിറ്റ് ചെയ്ത് വരാമെന്ന് പറഞ്ഞ ഫ്രണ്ട്സ് വരെ ഉണ്ട് കേട്ടോ എനിക്ക്, ടു ബി ഹോണസ്റ്റ്. അപ്പം ആ സമയത്തൊരു ധൈര്യമില്ല, പിന്നെ നല്ല ഫോണില്ല, മൈക്കില്ല. അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ചാനൽ തുടങ്ങാൻ പറ്റുമെന്നൊക്കെ ഒരു കാഴ്ചപ്പാടൊക്കെ അന്നും ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെ നിന്ന് പോസ്റ്റ്പോൺ ചെയ്തു പോയി. പിന്നെ ലൈഫിൽ വരുന്ന കുറേ കാര്യങ്ങൾ, അപ്പം അത് ആ ഒരു ഇതൊക്കെ മാറി കേട്ടോ. പിന്നീട് ഞങ്ങളുടെ പ്രോഗ്രാം ഫ്ലവേഴ്സ് ഒരു കോടിയിലുള്ള ഞങ്ങളുടെ പ്രോഗ്രാം വന്നതിന് ശേഷം അപ്പോഴും തുടങ്ങി. അപ്പോഴും ഇങ്ങനെ എന്നാൽ ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഇപ്പം നമ്മളെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം എൻ്റെ സിസ്റ്ററും എന്നെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു, നീ തുടങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴും ഈ പറഞ്ഞ പോലെ നാളെ ആവട്ടെ എന്നും വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ആ പ്രോഗ്രാമൊക്കെ വന്ന് കുറച്ച് പേർക്കൊക്കെ അറിയാൻ തുടങ്ങി. അപ്പോൾ പോലും അത് തുടങ്ങാനുള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ ഒന്നും അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റോ ഒന്നും അപ്പം തോന്നിയില്ല. മനസ്സിലുണ്ടെങ്കിൽ പോലും നാളെ ആട്ടെ എന്ന് പറഞ്ഞിട്ട് വെക്കുവാണെന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത്, ആ പ്രോഗ്രാം ഡിസംബറിൽ വന്നു. പിന്നെ മാർച്ചിലോ ഏപ്രിലോ മെയ്യിലോ എങ്ങാണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ ഫസ്റ്റ് വീഡിയോ എങ്ങാണ്ട് ഇടുന്നത്. ഓക്കെ, എൻ്റെ ചാനൽ തുടങ്ങി, ദിവ്യശ്രീ ടോക്സ് എന്നൊക്കെ മാറ്റി. അപ്പോൾ അത് ആക്ച്വലി ചാനൽ ആക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ആ ഒരു അക്കൗണ്ടിൽ ഒരു 150 ഫോളോവേഴ്സോ സബ്സ്ക്രൈബേഴ്സോ ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ. ക്യൂൺ ദിവ്യ ബി കോൺഫിഡൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഒരു ചാനൽ പോലെ ഉണ്ടായിരുന്നു, അതിലൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ, അപ്പോൾ ഓൾറെഡി 150 സബ്സ്ക്രൈബേഴ്സ് ചുമ്മാ കിടപ്പുണ്ട് ഒന്നുമില്ലാതെ തന്നെ. അപ്പം ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ട് ഒരു ചാനലാക്കിയിട്ട് ദിവ്യശ്രീ ടോക്സ് എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ട് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ എന്നൊക്കെ പറയുന്നത്, അപ്പം എൻ്റെ ആ ഒരു സമയത്തെ ഒരു
കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഓക്കെ നമുക്ക് റീച്ച് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പക്ക ആയിട്ട് വീഡിയോ എടുക്കണം. നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോസ്, നല്ല വോയിസ് ആണെങ്കിലും വിഷ്വൽ ക്ലാരിറ്റി ഒക്കെ ഉള്ള വീഡിയോ എടുത്താൽ മാത്രമേ നമുക്ക് എന്താ പറയുക റീച്ച് കിട്ടുകയുള്ളൂ. അങ്ങനത്തെ വീഡിയോ മാത്രമേ ഇതിലുള്ളൂ എന്നൊക്കെയായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ തുടക്ക സമയത്ത് നിങ്ങൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ട്രൈപോഡൊക്കെ വെച്ച് റിംഗ് ലൈറ്റ് ഒക്കെ വെച്ച് ഐഫോണിൽ, എൻ്റെ സിസ്റ്ററിൻ്റെ ഐഫോണിലൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തത്. മൈക്കൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വീഡിയോ അത്യാവശ്യം ആൾക്കാർക്ക് റീച്ചായി, എനിക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി. പിന്നെയും ഞാൻ ആ ഒരു സെയിം പാറ്റേൺ ഫോളോ ചെയ്തു. പല വിഷയത്തെക്കുറിച്ച് നിന്ന് ഒക്കെ സംസാരിക്കുക, വളരെ ഫോർമലായിട്ട് സംസാരിക്കുക എന്നുള്ളതൊക്കെയായിരുന്നു അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം. പിന്നെ ഞാൻ ആ സമയത്ത് ഞാൻ കോയമ്പത്തൂർക്ക് പോയി, ജോലിയുടെ ആവശ്യത്തിന് ഞാൻ പോയി. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് ഇതുപോലെയുള്ള ഐഫോണോ മൈക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സാധാരണ ഒരു റെഡ്മിയുടെ ആ സമയത്ത് ഒരു ഫോണായിരുന്നു. എന്നിട്ട് ഞാൻ ആ ഫോണിൽ തന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് എനിക്ക് പറ്റുന്ന പോലെ ഇടാൻ തുടങ്ങി. പിന്നെ കോളേജിൽ പോയി തുടങ്ങിയ സമയത്ത് അപ്പം തന്നെ അത്യാവശ്യം നല്ല ഒരു 2K സബ്സ്ക്രൈബേഴ്സ്, ഒരു 1.5K എന്നെ സംബന്ധിച്ച് അത് വലിയ കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ കേൾക്കുമ്പോൾ മേ ബി നിങ്ങൾക്ക് തോന്നാം അത്രയ്ക്കല്ലേ ഉള്ളൂ എന്ന് തോന്നാം. പക്ഷേ എനിക്ക് അത് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഉറപ്പായിട്ടും ഞങ്ങളെ ആ സമയത്ത് കുറച്ച് പേർക്കെങ്കിലും അറിയാം എന്നുള്ളത് തന്നെയായിരുന്നു കേട്ടോ റീസൺ. അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഷോർട്സ് ഇട്ടാൽ പോലും അത്യാവശ്യം നല്ല വ്യൂസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ നമുക്കതൊരു ഒരു മോട്ടിവേഷനായി. ഓക്കെ, നമ്മുടെ വീഡിയോസിനൊക്കെ അത്യാവശ്യം വ്യൂസ് കിട്ടുന്നുണ്ട്. എൻ്റെ ആ ഒരു സമയത്തെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയണേ. അപ്പോൾ ആൾക്കാർ കാണുന്നുണ്ടെന്നൊക്കെ കണ്ടപ്പം ഒരു മോട്ടിവേഷനായി. എങ്കിൽ കൂടെ കോളേജിൽ ഒക്കെ എൻ്റെ വാച്ച് അവേഴ്സ് മീറ്റ് ചെയ്യാൻ തുടങ്ങി. ഏകദേശം അത് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. സബ്സ്ക്രൈബേഴ്സ് തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ 1K സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും ആയിരുന്നു എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഓക്കെ, ഇപ്പം അത് മാറി 3000 വാച്ച് അവേഴ്സും 500 സബ്സ്ക്രൈബേഴ്സും ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് തന്നെ ആ 1000 ഉണ്ടായിട്ടും അത് പെട്ടെന്ന് മീറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് നല്ലൊരു എന്താ പറയുക മോട്ടിവേഷൻ ആയിരുന്നു അത്. പക്ഷേ കോളേജിൽ പോയി തുടങ്ങിയ സമയത്ത് അത് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ പെട്ടെന്ന് പറയാണ് കേട്ടോ, വലിച്ചു നീട്ടുന്നൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇടാനുള്ള സമയമില്ല, കണ്ടന്റ് ഇല്ല, പുതിയൊരു അറ്റ്മോസ്ഫിയർ, പുതിയ നാട്, അപ്പം കോളേജ്, അപ്പോൾ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ബിസി ആയിരുന്നു. അപ്പം ഒരു ഗ്യാപ്പ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ചാനൽ ഗ്യാപ്പ് വരാതെ നോക്കണം. ഓക്കെ, എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞാനൊരു 3 മാസമോ 4 മാസം എങ്ങാണ്ട് വീഡിയോ ഒന്നും തന്നെ ഇട്ടില്ല. ആ സമയത്ത് മാത്രമാണ് കേട്ടോ ഇടാഞ്ഞത്. ഒന്നാമത്തെ കാര്യം, എൻ്റെ ഫോണ് അത്ര നല്ല ഫോണല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒട്ടും ക്ലാരിറ്റി എൻ്റെ ആ ഫോണിലില്ലായിരുന്നു വീഡിയോ എടുത്തിട്ട്. അപ്പം ചുമ്മാ നമ്മൾ ചെയ്യുമ്പം കുറച്ചെങ്കിലും അതിനോടൊരു ആത്മാർത്ഥത വേണമല്ലോ. അപ്പം ഞാൻ ആ ഫോണിൻ്റെ കുഴപ്പം കൊണ്ടും വോയിസ് ക്ലാരിറ്റി, പിന്നെ എനിക്ക് വീഡിയോ ഇരുന്ന് സംസാരിക്കാനൊരു ലൊക്കേഷൻ ഇല്ല, അങ്ങനത്തെ പല റീസൺസ് കൊണ്ട് ഞാൻ വീഡിയോ ഇടുന്നത് നിർത്തി. പക്ഷേ എനിക്ക് തോന്നുന്നത് 90 ഡേയ്സിന് അങ്ങാണ്ട് ഒരു വീഡിയോ ഉണ്ടാവണമെന്നോ അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു 90 ഡേയ്സിനകത്ത് നമ്മളൊരു വീഡിയോ ഇടണം എന്ന് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു ഇവരുടെ ഇതിൽ. അല്ലെങ്കിൽ നമ്മുടെ ചാനൽ എന്തോ എന്താവുമെന്ന് എനിക്കറിയില്ല, അങ്ങനെ എന്തോ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ പക്ഷെ അതെന്തോ ഒരു ഷോർട്സ് എന്തോ ഇട്ടതുകൊണ്ട് ആ ഒരു പ്രശ്നം എനിക്ക് വന്നില്ല. പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് സാംസങ്ങിൻ്റെ ഒരു ഫോൺ എനിക്ക് എൻ്റെ സിസ്റ്റർ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഫോൺ വെച്ചിട്ട് ഞാൻ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ നല്ലൊരു ഫോണായി, നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോസ് എടുക്കാൻ പറ്റി. അങ്ങനെ അവിടുന്ന് ആ സ്റ്റോപ്പ് ചെയ്തെടുത്തുനിന്ന് ഞാൻ ഒരു ഷോർട്സ് ഇട്ടുകൊണ്ട് റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് വരെ വീഡിയോസ് ഇടുമായിരുന്നു. ആദ്യമൊക്കെ ഡെയിലി ഇടുമായിരുന്നു വീഡിയോസ്. പിന്നെ എനിക്കത് പറ്റാതെ വന്നു. ചിലപ്പോൾ ചില ഡേയ്സിൽ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സമയമില്ല. നമുക്ക് ഇത് മാത്രമല്ലല്ലോ ജോലി. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ തിരക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് അത് ഈ പറഞ്ഞ പോലെ ഇടയ്ക്കായി. എന്നാലും ആഴ്ചയിൽ ഒരു 2-3 വീഡിയോസും ലോങ് വീഡിയോസും ഷോർട്സ് ആയിട്ടെങ്കിലും ഞാൻ എൻഗേജ്ഡ് ആയിട്ട് വെക്കാൻ വേണ്ടി നോക്കുമായിരുന്നു. അത് ഇന്ന് വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ ആദ്യം തന്നെ പറയാം. നിങ്ങളൊരു ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ വ്യൂസോ മേ ബി 2 വ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ 30, 36, 40 വ്യൂസ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോ തന്നെ നല്ല റീച്ച് ആയി എന്ന് വരാം. അപ്പം
അതൊന്നും കണ്ടിട്ട് നിങ്ങൾ എന്താ പറയുക ഒത്തിരി സന്തോഷിക്കാനോ ഒത്തിരി സങ്കടപ്പെടാനോ പോകണ്ട. അതൊക്കെ മാറും. മേ ബി നമ്മുടെ ചില വീഡിയോ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ചില വീഡിയോസ് നല്ല റീച്ച് കിട്ടും. നമ്മൾ ഒത്തിരി എഫേർട്ട് എടുക്കുന്ന വീഡിയോസ് ചിലപ്പം ആരും കണ്ടെന്ന് വരില്ല. അപ്പം ഈ യൂട്യൂബിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ്. അപ്പം എൻ്റെ ഒരു ഇത്രയും എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുവാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പം ഇനി എൻ്റെ ഒരു വീഡിയോ എഡിറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് പോവാം. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടിരുന്നത് വീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ത്രൂ ആണ് കേട്ടോ. വീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ആപ്പാണ്. നമുക്കതിൽ നമ്മുടെ എഡിറ്റ് ചെയ്യാനും ഇഫക്ട്സ് ഇടാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് നമ്മുടെ സൗണ്ട് വോളിയം ഇൻക്രീസ് ചെയ്യാം. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ ഒത്തിരി ഒന്നും പരീക്ഷിക്കാറില്ല. ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുക്കും, അതിനകത്ത് പോയിട്ട് സൗണ്ട് ഒന്ന് ഇൻക്രീസ് ചെയ്തിടും, വോളിയം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയണ പോലെ ചില ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യാനും താങ്ക്സ് ഫോർ വാച്ചിങ് ഒക്കെ ആഡ് ചെയ്യും. എന്നിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യും. ഇതാണ് ചെയ്യാറുള്ളത്, ഞാൻ ചെയ്യാറുള്ളത് വീറ്റ ആപ്പ് ത്രൂ. അപ്പം ഇനി അപ്ലോഡ് ചെയ്യുന്നത് അറിയാമല്ലോ, നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഉള്ള പ്ലസ് ഐക്കണിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് യൂട്യൂബിൻ്റെ കൂടെ തന്നെ നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, YT സ്റ്റുഡിയോ, യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വെക്കാം. ആ ആപ്പിലാണ് നമ്മുടെ വീഡിയോസൊക്കെ ആദ്യം പ്രൈവറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ പോയിട്ട് എഡിറ്റ് ചെയ്യുക. ഇങ്ങനെ ഇതെല്ലാം ഒരു 1 by 1 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എനിക്ക് കാണിക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് അതിനുള്ള സമയമോ സൗകര്യമോ ഒന്നും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക കേട്ടോ, ഞാൻ റിപ്ലൈ തരാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ആ YT സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം എൻ്റെ ആ ഫോണൊന്ന് ഞാൻ എടുക്കുകയാണ് കേട്ടോ പറയാനായിട്ട്. അപ്പോൾ ഈ YT സ്റ്റുഡിയോയിൽ നമുക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഉണ്ടാവും, അത് നമുക്ക് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ് നമ്മൾ തമ്പനെയിൽ ആഡ് ചെയ്യേണ്ടതും ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടതും. നമ്മൾ പ്രൈവറ്റ് എന്നുള്ളത് പബ്ലിക് ആക്കിയിട്ട് നമ്മളത് പബ്ലിഷ് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കതിൽ ടാഗ് ചെയ്യാം. പിന്നെ അതിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് യൂട്യൂബ് ചാനൽ തുടങ്ങുക, YT സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഐഡിയ കിട്ടും. പിന്നെ ഒരുപാട് ട്യൂട്ടോറിയൽസ്, യൂട്യൂബ് ട്യൂട്ടോറിയൽസ് തന്നെ ഉണ്ട്, നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആക്കാം. പിന്നെ എന്നോട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്നോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതിലാണ് എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ നമ്മൾ പബ്ലിഷ് ആക്കുന്നത്. അതാണ് നമ്മൾ വീഡിയോ ഇടുന്നത് വരെയുള്ള കാര്യങ്ങൾ കേട്ടോ. നമുക്ക് ഡെയിലി വീഡിയോസ് ഇട്ടാൽ ഏറ്റവും നല്ലതാണ്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ചാനൽ റീച്ച് കിട്ടും. പിന്നെ ഞാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ കേട്ടുകൊണ്ടിരുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരേ സമയം കീപ്പ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പം ഡെയിലി വീഡിയോ ഇപ്പം ഈവനിങ് ആണ് ഇടണമെങ്കിൽ 7 o'clock ആണെങ്കിൽ നമ്മൾ ഡെയിലി 7 o'clock തന്നെ ചെയ്യുക. കാരണം ആ സമയത്ത് നമ്മുടെ ഒരു ഓഡിയൻസ് ഉണ്ടാവുമല്ലോ, അവർ ആ സമയത്ത് അപ്പം എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് എൻഗേജ്മെന്റ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസിൽ തന്നെ അവരുടെ എൻഗേജ്മെന്റ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു ടൈം കീപ്പ് ചെയ്യണം. അതൊക്കെ ഇങ്ങനെ കുറേ ഹാക്സ് ഒക്കെ ആയിട്ട് ഞാൻ കേൾക്കുമായിരുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിൻ്റെ ചാനലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയണം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഞാൻ തന്നെ വിട്ടുപോയി എന്ന് വരാം. ഞാനിങ്ങനെ ഓർത്ത് പറയുന്നതാണ്, ഞാൻ പ്രിപ്പയർഡ് ഒന്നുമല്ല ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ. അപ്പം ഏതെങ്കിലും വിഷയം വിട്ടുപോയാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്നോട് ചോദിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ചാനലിനകത്ത് നിങ്ങൾ വീഡിയോ ഇടുന്ന സമയത്ത് കോപ്പി റൈറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. കോപ്പി റൈറ്റ് ഒക്കെ വന്നാൽ നമ്മുടെ ചാനൽ തന്നെ അവിടെ പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ. അപ്പോൾ കോപ്പി റൈറ്റ് ഒന്നും വരാതെ നോക്കുക. നിങ്ങളുടെ കണ്ടന്റ് ഏറ്റവും കൂടുതൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക. നമ്മൾ ഇതുപോലെ വന്നിരുന്ന് സംസാരിച്ച് കൂടുതലും നമ്മൾ സംസാരിക്കുന്ന വീഡിയോസ്, പ്രത്യേകിച്ച് കോപ്പി റൈറ്റ്സ് ഒന്നും വരാത്ത ജെനുവിൻ വീഡിയോസാണ് യൂട്യൂബ് എസ്പെഷ്യലി ഇപ്പം, പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇപ്പോൾ അവർ ഒരുപാട് പോളിസീസിൽ റിവൈസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾ അങ്ങനെ ഒരു സീരിയസ്ലി ഒരു ചാനൽ വേണം എന്നുള്ളവരാണെങ്കിൽ. ഓക്കെ, പിന്നെ എൻ്റെ കേസിൽ യൂട്യൂബ് എന്ന് പറയുന്നത് തുടങ്ങിയപ്പോഴാണേലും അന്നാണേലും ഇന്നാണേലും അതൊരു പാർട്ട് ടൈം പോലെ ഞാൻ കൊണ്ട് നടക്കുന്നതാണ്. ഓക്കെ, അല്ലാതെ ഇതൊരു ഫുൾ ടൈം ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബറായിട്ട് മാറാനൊന്നും ഇപ്പം അറ്റ് പ്രസൻറ്റ് എനിക്ക് പ്ലാനില്ല, അത് പറ്റൂല്ല. അപ്പോൾ
ഇതൊരു എൻ്റെ കൂട്ടത്തിൽ എനിക്ക് കൊണ്ടുപോകണം കുറച്ച് കാലങ്ങളിൽ. പിന്നെ എന്ന് പറയുമ്പം ഇത് എനിക്ക് സംസാരിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. യൂട്യൂബ് എന്ന് പറയുമ്പം എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുക, എന്നാൽ അത് നിങ്ങൾക്ക് ചിലപ്പം യൂസ്ഫുൾ ആയേക്കാം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ എന്താണ് എല്ലാ കാലവും ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഉള്ളിടത്തോളം കാലം മേ ബി നാളെ ഒരു യൂട്യൂബറായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലി യൂട്യൂബറായിട്ട് അറിയപ്പെടുമോ എന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു നിലയിൽ ഇങ്ങനെ മുന്നോട്ട് പോകണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കണം. അപ്പം എന്നൊക്കെ മാത്രമാണ് കേട്ടോ ഞാൻ. അല്ലാതെ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് ഭയങ്കര എഫേർട്ടൊന്നും സത്യമായിട്ട് ഞാൻ ഇടുന്നില്ല. ഇട്ടാൽ മേ ബി എൻ്റെ ചാനൽ നല്ല റീച്ച് കിട്ടുമായിരിക്കാം. പക്ഷെ എനിക്ക് അതിന് പറ്റിയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഒന്നും തന്നെയല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു എനിക്ക് ജോലിയുണ്ട്. ഞാൻ പ്രൊഫഷണൽ അല്ലെങ്കിൽ എൻ്റെ കരിയർ എന്ന് പറയുന്നത് ടീച്ചിങ് തന്നെയാണ് അന്നും ഇന്നും. ഇപ്പോഴും ഞാനത് റീജോയിൻ ചെയ്തു, എൻ്റെ ടീച്ചിങ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതൊരു ഫുൾ ടൈം ആയിട്ടൊന്നും അല്ല ഞാനിത് കൊണ്ടുപോകുന്നത്. ഓക്കെ, അതൊരു വിഷയം. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ആഗ്രഹം, നിങ്ങൾക്കൊരു ഫുൾ ടൈം യൂട്യൂബറായിട്ട് ഇരിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ വളരെ നല്ല കാര്യം. നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ്സ് അതുകൊണ്ട് ഭാവിയിൽ ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കണ്ടിന്യൂസ് എഫേർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് എൻ്റെ ഒരു പേഴ്സണൽ യൂട്യൂബ് ജേർണി എന്ന് പറയുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒക്കെ ഇട്ട വീഡിയോസ് ഉണ്ടല്ലോ, ആദ്യം ഇട്ട വീഡിയോസിനൊക്കെ അത്രയും ഞാൻ ഫോർമലായിട്ട് വളരെ നല്ല മൈക്കും ക്യാമറയൊക്കെ ഉപയോഗിച്ച് ഞാൻ എടുത്ത വീഡിയോസിനേക്കാളൊക്കെ എനിക്ക് റീച്ച് കിട്ടിയത് അത് അല്ലാത്ത വീഡിയോസ്, പല വീഡിയോസിനുമാണ്. ഇപ്പോഴും അതെ, സാധാരണ ഫോൺ ഉപയോഗിച്ചിട്ട് ഞാൻ സംസാരിച്ച വീഡിയോസിനൊക്കെയാണ്. അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി നമ്മളിപ്പം ഒത്തിരി ഉറപ്പായിട്ടും നല്ല ക്വാളിറ്റി ഉള്ള കണ്ടന്റ്സിന് റീച്ച് കിട്ടും, ഇല്ല എന്നല്ല. അതിനേക്കാൾ ഉപരി നമ്മളിൽ നിന്ന് നമ്മുടെ ഓഡിയൻസ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്, ചില കണ്ടന്റ്സ് ഉണ്ട്. ഇപ്പം എൻ്റെ കേസ് എന്ന് പറയുമ്പോൾ എൻ്റെ ആണെങ്കിലും എൻ്റെ സിസ്റ്ററുടെ ആണെങ്കിലും ഞങ്ങൾക്കൊരു ഫെയിം കിട്ടിയത് ഞങ്ങളുടെ ഈ ഒരു റീയൂണിയൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് വന്നപ്പോഴാണ്, ഉറപ്പായിട്ടും. അപ്പോൾ അതിലൂടെയാണ് ഞങ്ങളെ ആൾക്കാർ തിരിച്ചറിഞ്ഞത്. അപ്പം കൂടുതലും ഞാൻ മനസ്സിലാക്കിയത്തോളം എനിക്ക് കിട്ടുന്ന വീഡിയോസിൻ്റെ എല്ലാ റീച്ച് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഫാമിലി റിലേറ്റഡ് കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പം, അല്ലെങ്കിൽ ഞാനും സിസ്റ്ററോട് വന്നിരുന്ന് സംസാരിക്കുമ്പം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാരൻസുമായിട്ട് വീഡിയോ ചെയ്യുമ്പോഴായിരുന്നു ആ വീഡിയോസിനാണ് ഏറ്റവും കൂടുതൽ എൻഗേജ്മെൻറ്റ്സും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എങ്ങനെയാണ്, എന്ത് വീഡിയോസാണ് അവർ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ട് പോവാന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ളതും നിങ്ങൾക്ക് ഇടുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ പാരൻസിൻ്റെ കൂടെ സിസ്റ്ററിൻ്റെ കൂടെ ഒക്കെ വീഡിയോ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാം ഈ പറഞ്ഞ പോലെ A to Z കാര്യങ്ങൾ, എൻ്റെ ലൈഫ് നടക്കുന്ന അപ്ഡേറ്റ്സ് ഒന്നും എനിക്ക് വന്നിരുന്ന് പറയാനോ ഒന്നുമുള്ള താല്പര്യമില്ല. കുഴപ്പമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഷെയർ ചെയ്യാന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സ്ട്രാറ്റജി കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അന്നും ഇന്നും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ഞാൻ പറയും, എനിക്ക് പറയണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയാറില്ല കേട്ടോ. അതാണ്. പിന്നെ അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ അത്രയും, അപ്പം നമുക്ക് വീഡിയോ നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിനനുസരിച്ച് വേണം നമ്മൾ വീഡിയോ ചെയ്യാൻ എന്നുള്ളതാണ്. അതിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് റീച്ച് കിട്ടും. പിന്നെ ഇനി മോണിറ്റൈസേഷനിലോട്ട് വരാം. എപ്പോഴാണ് എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയതാണ്. എൻ്റെ വീഡിയോ ഞാൻ കൺസിസ്റ്റൻ്റ്ലി ഇട്ട് കറക്റ്റ് ടൈം എനിക്ക് ഓർമ്മയില്ല, കാരണം ഇടയിലൊരു ഗ്യാപ്പ് വന്നതുകൊണ്ട്. എങ്ങനെ പോയാലും ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വീഡിയോ കണ്ടിന്യൂസ്ലി ഇട്ട് തുടങ്ങിക്കഴിഞ്ഞ് ഒരു 6 months അല്ലെങ്കിൽ മാക്സിമം 1 year കൊണ്ട് തന്നെ ഞാൻ എൻ്റെ എലിജിബിലിറ്റി മീറ്റ് ചെയ്തു. അതായത് മോണിറ്റൈസ്ഡ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. 4000 വാച്ച് അവേഴ്സും 1000-നേക്കാളൊക്കെ കൂടുതൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 1000 സബ്സ്ക്രൈബേഴ്സ് ഇനീഷ്യലി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. താങ്ക് യു നിങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ മോണിറ്റൈസേഷൻ ആവാനായിട്ട് 4000 വാച്ച് അവേഴ്സും മീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത്ര എളുപ്പമൊന്നുമല്ല. എളുപ്പമല്ല വെച്ചാൽ എൻ്റെ കാര്യത്തിൽ അത് പറ്റിപ്പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മോണിറ്റൈസേഷൻ വന്ന് മെയിൽ വന്നു കഴിഞ്ഞിട്ട് ഞാനപ്പോൾ കോളേജിലാണ് ഉള്ളത്, കോയമ്പത്തൂരാണ് ഉള്ളത്. അപ്പോൾ ആ സമയത്ത് ഈ മോണിറ്റൈസേഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാൻ
ഒരാൾ പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ കാര്യം. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളും ഈ ചാനലുള്ളവരോ ഇത് മോണിറ്റൈസ് ആയവരോ ഒന്നും തന്നെ ഇല്ലായിരുന്നു, എനിക്കൊരു ഡൗട്ട് ചോദിക്കാൻ പോലും. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് അവർ മെയിൽ വരും. മെയിൽ വന്നിട്ട് ടാക്സ് ഇൻഫോ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറയും. അതായത് അമേരിക്കൻ ബേസ്ഡ് ആണല്ലോ യൂട്യൂബ്. സോ നമ്മൾ ഉറപ്പായിട്ടും അവർക്ക് ടാക്സ് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ഡോക്യുമെന്റ്സ് അവർ അപ്ലോഡ് ചെയ്യാൻ പറയും. അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ ചെയ്തിരുന്നു. ഒരു ദിവസം അതിനായിട്ടിരുന്നിട്ട് ഞാൻ കോയമ്പത്തൂരുള്ളപ്പോൾ തന്നെ ഞാൻ പല ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തു. പാൻ കാർഡ്, അത് ഇത്, പാസ്ബുക്ക്, അങ്ങനെ കുറച്ച് ഡോക്യുമെന്റ്സ് അവർ ചോദിക്കും. ആക്ച്വലി അത് എളുപ്പമുള്ളതാണ്. പക്ഷെ എൻ്റെ കേസിൽ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സിൽ കുറേ അവർ റീ അപ്രൂവൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചിലത് മിസ്മാച്ച് വന്നു, എൻ്റെ പേരും ചാനലിന്റെ പേരും അങ്ങനെ കുറച്ച് മിസ്മാച്ച് ഒക്കെ വന്നു ഞാൻ കൊടുത്ത ഡോക്യുമെന്റ്സ് ആയിട്ടൊക്കെ. ഓക്കെ, അപ്പൊ അതിൽ ആ ഒരു ഇത് വന്നതുകൊണ്ട് തന്നെ ഞാൻ അത് അവിടെ വെച്ചു. കാരണം എനിക്ക് അതിന്റെ പുറകെ നടക്കാൻ അപ്പം സമയമില്ല എന്നുള്ളത് കൊണ്ട് വളരെ എന്താ പറയുക കെയർലെസ് ആയിട്ട് അത് എപ്പോഴേലും ആക്കാം എന്നുള്ളൊരു രീതിയിൽ ഞാൻ അതവിടെ സ്റ്റോപ്പ് ചെയ്തു. എന്തായാലും മോണിറ്റൈസ് ആയല്ലോ. അപ്പം എൻ്റെ അപ്പത്തെ ഒരു അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു മോണിറ്റൈസ്ഡ് ആയി, അപ്പം ഇനി എന്തായാലും നമുക്ക് പൈസ വരും എന്നുള്ളതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ കുഴപ്പമില്ല, അതൊക്കെ പിന്നെ എപ്പോഴും ചെയ്തു കൊടുക്കാന്നുള്ളതൊക്കെ കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നിർത്തി. പിന്നെ ഞാൻ കോളേജിൽ കല്യാണം അത് ഇതൊക്കെ ആയി, ബാക്കി പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയി, അതിലൊക്കെ ശ്രദ്ധിച്ചു. പക്ഷെ വീഡിയോസ് ഇടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് എന്താ പറയുക മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ പൈസ വരണമെങ്കിൽ അതിൽ അടുത്തൊരു ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ $100 മീറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഡോളേഴ്സ് ആയിട്ടാണല്ലോ നമുക്ക് പൈസ കയറുന്നത്, US ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ $100 മീറ്റ് ചെയ്യാന്നുള്ളതാണ് അടുത്ത ക്രൈറ്റീരിയ. അപ്പോൾ ഞാൻ നോക്കുമ്പം നമുക്കിങ്ങനെ കാണാൻ പറ്റും, ആ ഒരു ഗ്രാഫ് ഇങ്ങനെ കൂടുന്നതൊക്കെ കാണാൻ പറ്റും. ഞാൻ നോക്കുമ്പം ഇങ്ങനെ $1 തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ $0.0009 എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല സംഭവം. മാത്രമല്ല അതിൽ ഡൗട്ട് ചോദിക്കാൻ തന്നെ ആരും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ നിൽക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു, വീഡിയോസ് മാത്രമേ ഇടും. അങ്ങനെ ആയപ്പം ഞാനതെല്ലാം കഴിഞ്ഞു. പിന്നെ ഫ്രീ ആയി, വീട്ടിൽ വന്നു, പ്രഗ്നൻസി ആയി. അപ്പം ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് വീട്ടിൽ വന്നു. കുറച്ചുകൂടെ ടൈം കിട്ടി, സമയം കിട്ടി. വീഡിയോസ് ഇടുന്ന കൂട്ടത്തിൽ ഞാൻ ഓർത്തു ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല, ഞാൻ ഫ്രീ ആണ്, അപ്പം യൂട്യൂബ് വീഡിയോസ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ ലോങ് വീഡിയോസിനൊക്കെ കൂടുതൽ ഇടാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈവൻ നമ്മൾ ഈ $100 എന്നുള്ളത് മീറ്റ് ചെയ്താലും നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കണ്ടു. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ അത് റീവർക്ക് ചെയ്യാൻ തുടങ്ങി. ആ ഓൾറെഡി കൊടുത്ത ടാക്സ് ഇൻഫോ ഒക്കെ എടുത്ത് റീവർക്ക് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പം ആള് അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നന്നായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ആ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്ത് തന്നു. അത്ര എളുപ്പമായിരുന്നില്ല കേട്ടോ. അതിൽ ഒരുപാട് ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് പിന്നെ അപ്ലോഡ് ചെയ്യാൻ വന്നു. പിന്നെ അവരത് അപ്രൂവ് ചെയ്യണം, വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്തിട്ട് പിന്നെ എളുപ്പമാണ്. പിന്നെ നമുക്ക് അവർ പോസ്റ്റൽ ത്രൂ ഒരു കോഡ് അയച്ചു തരും. ആ കോഡ് നമ്മൾ കൊടുക്കണം, ആ ഒരു പിൻ നമ്പർ കൊടുക്കണം. ആ പിൻ നമ്പർ കൊടുക്കുമ്പോഴാണ് നമുക്ക് പിന്നെ ഈ ഒരു മണി നമുക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരിക. ഓക്കെ, അപ്പം ഇതായിരുന്നു അതിൻ്റെ ഒരു പ്രൊസീജിയർ. വളരെ ഷോർട്ടായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഇത് അത്ര എളുപ്പമൊന്നും അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ആ ഒരു മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചടങ്ങ് ഞാൻ തീർത്തത്. പക്ഷെ ഇത് പലർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. എനിക്ക് പറ്റിയത് എൻ്റെ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സ് ഒക്കെ ആയിട്ട് മിസ്മാച്ച് വന്നുകൊണ്ടാണ് ഇത്ര ഡിലേ ആയത്. ഓക്കെ, അപ്പം അതാണ് മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ അതിനുശേഷം അപ്പം ഇനി എൻ്റെ യൂട്യൂബ് റവന്യൂ എത്രയാണ്? അപ്പം നിങ്ങൾ വിചാരിക്കും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ലൈവ് പോയപ്പോഴാണ് ഞാൻ പറഞ്ഞത് യൂട്യൂബ് റവന്യൂ വന്നു, പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ അതുകൊണ്ട് പുറത്ത് പോയി ഫുഡ് കഴിച്ചു എന്നൊക്കെ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാവർക്കും കൊണ്ടൊരു തോട്ടാണ്, യൂട്യൂബ് ചാനലുണ്ട്, സോ മോണിറ്റൈസ്ഡ് ആയി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് പൈസ ഇങ്ങോട്ട് വരികയാണ്, അല്ലെങ്കിൽ ഒരുപാട് ഡോളേഴ്സ് നമുക്ക് വരും, പെട്ടെന്ന് നമ്മൾ പൈസക്കാരിയാവും അല്ലെ പൈസക്കാരനാവും എന്നൊക്കെ ഒരുപാട് തോട്ട്സ് പലർക്കും ഉണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു. യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ അവർ മോണിറ്റൈസ്ഡ് ആയി അവരുടെ ഫസ്റ്റ് റവന്യൂ വന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ആണ്, അവർ രക്ഷപ്പെട്ടു, അവരുടെ ലൈഫ് സെറ്റിൽഡ് ആയി എന്നൊക്കെ ഒരു കുറേ തോട്ട്സ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് വന്നിട്ടുള്ള എൻ്റെ യൂട്യൂബ് റവന്യൂ എന്ന് പറയുന്നത്
എത്രയായിരുന്നു, $150 ആയിരുന്നു കേട്ടോ. അതായത് എന്തായാലും നമുക്ക് $100 കിട്ടിയാൽ മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും വന്നതെന്ന് പറയുന്നത് മെല്ലെ .009, പിന്നെ $1, $2, $3, 20, 25 അങ്ങനെ കുറേ ടൈം എടുത്തിട്ട് കുറേ ഡേയ്സ് എടുത്തിട്ടാണ് എനിക്ക് $100 എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയ ഞാൻ മീറ്റ് ചെയ്തിട്ടുള്ളത്, ഈ $100. പിന്നെ എനിക്ക് വിഡ്രോ ചെയ്യുന്ന സമയത്ത്, ഫസ്റ്റ് റവന്യൂ വിഡ്രോ ചെയ്യുന്ന സമയത്ത് 154 ഓർ സംതിങ് ആയിരുന്നു. അതിൽ $3 എങ്ങാണ്ട് അവരുടെ ടാക്സ് എന്ന് പറഞ്ഞ് പിടിക്കും. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്രയോ ഇന്ത്യൻ റുപ്പി 13,000 സംതിങ് ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇതാണ് ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാവരും ഭയങ്കര എമൗണ്ട് ഒന്നും യൂട്യൂബ് റവന്യൂ കിട്ടുന്നവരല്ല. അങ്ങനത്തെ വല്ല തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റുക. പിന്നെ വിചാരിക്കും നമുക്കിത് എല്ലാ മാസവും കിട്ടും, അങ്ങനെയൊന്നുമല്ല. അടുത്ത മാസം എനിക്ക് അതിലും കുറവായിരുന്നു കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ നെക്സ്റ്റ് മന്ത് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല, യൂട്യൂബ് റവന്യൂ ഇല്ല. കാരണം ഞാൻ പ്രഗ്നൻസി ഡെലിവറി ഒക്കെ ആയിട്ട് ഞാൻ വീഡിയോയെ ഇട്ടിട്ടില്ല. വീഡിയോ വെച്ചാൽ എൻഗേജ്മെന്റ്സ് ഉള്ള വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് റവന്യൂ തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ അല്ലാതെ ഇത് ചാനലുണ്ട്, നമ്മൾ വീഡിയോ ഉണ്ട്, മോണിറ്റൈസ്ഡ് ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മന്ത്ലി ഒരു ഫിക്സഡ് ഇൻകം ഒന്നും ആർക്കും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അത്രയും ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സും അത്രയും മില്യൺ വ്യൂസും ഒക്കെ ഉള്ള ആൾക്കാർക്ക് മേ ബി അത് പെർമനന്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കാം. ബിക്കോസ് അവർക്ക് അത്രയും വ്യൂസ് ഉണ്ടല്ലോ, അതുകൊണ്ട്. അല്ലാതെ ഒരു സ്റ്റാർട്ടിങ് ചാനൽ അല്ലെങ്കിൽ ഒരു ബിഗിനർ ആയിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ ഇപ്പം എന്നെ പോലെയൊക്കെ ഒരു സാധാരണ യൂട്യൂബർ എന്ന് പറയുന്നവർക്ക് അങ്ങനെ ഒരു പെർമനന്റ് ഇൻകം ഒന്നും ഇതിന് എക്സ്പെക്ട് ചെയ്യാറുള്ള സ്റ്റേജ് ഒന്നും ആയിട്ടില്ല. ഓക്കെ, ഇപ്പം പിന്നെയും അവർ കുറേ ഗൈഡ് ലൈൻസും കാര്യങ്ങളും റിവൈസ് ചെയ്തതുകൊണ്ട് തന്നെ പിന്നെയും അത് കുറേ വ്യൂസിലൊക്കെ കുറേ കുറവുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ അത്ര ബോധേഡല്ല. അപ്പോൾ കിട്ടുന്നത് കിട്ടട്ടെ. നമുക്ക് പിന്നെ സ്വാഭാവികമായിട്ടും കഷ്ടപ്പാടുണ്ട്, ചുമ്മാ ഇരുന്ന് കിട്ടുക അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. യൂട്യൂബേഴ്സിന് എന്താ അവർ ചുമ്മാ ഇരുന്നിട്ട് സമ്പാദിക്കുകയല്ലേന്ന്? ഒരിക്കലുമല്ല. ഞാൻ എന്ന് പറയുന്ന വ്യക്തി അധികം അത്രയും എഫേർട്ട് എടുക്കാത്ത ഒരാളാണ്. പേഴ്സണലി ഇരുന്ന് ഒരു നൈറ്റൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് പേര് ഉറക്കമൊക്കെ ഒഴിച്ച് എഡിറ്റ് ചെയ്യാനും വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ സമയം കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരൊത്തിരി ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് അത്രയും എഫേർട്സ് ഉണ്ട് അല്ലേ? പക്ഷേ ഇതൊന്നും ചെയ്യാതിരുന്നിട്ടും ഞാൻ അത്ര എഫേർട്സ് ഒന്നും ഇടുന്നില്ല. എനിക്ക് സമയമുള്ളപ്പം എൻ്റെ ബാക്കി കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ആ ബാക്കിയുള്ള സമയമാണ് ഞാൻ യൂട്യൂബിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ എൻ്റെ ഒരു കാര്യവും ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ട് ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ അതിലാണ് ഓക്കെ ആയിട്ടുള്ളത് കേട്ടോ. എനിക്ക് അതാണ് സാറ്റിസ്ഫാക്ഷൻ. അതുകൊണ്ട് തന്നെ മേ ബി അത് ഭാവിയിലേക്ക് മാറുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് പോലും, അതായത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും എനിക്ക് ഈ പറയുന്ന പോലെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. നമ്മുടെ ബാക്കി കാര്യങ്ങൾ ഒതുക്കണം. നമ്മൾ ചിലപ്പോൾ ചില ടോപ്പിക്സ് നമ്മൾ പ്രിപ്പയർഡ് ആവണം. ചില കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക, ഒരുപാട് സമയമെടുക്കും. ചിലപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് വരും. ചിലപ്പോൾ പവർ പോവാം, ചിലപ്പം കോള് വരാം, അങ്ങനെയൊക്കെ. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഡിസ്ട്രാക്ഷൻസ് വന്നിട്ട് ചിലപ്പോൾ പോവാം. ചിലപ്പോൾ നമുക്ക് ഇടയിൽ ഇട്ടിട്ട് പോകേണ്ടതായിട്ട് വരാം. ചിലപ്പോൾ നമുക്ക് സമയമേ ഇല്ല, ചിലപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനെയൊക്കെ വരാം. ഈവൻ പ്രഗ്നൻസി ടൈമിലാണേലും ഇപ്പോഴാണെങ്കിൽ പോലും എനിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് എന്താ പറയുക അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് യൂട്യൂബിൽ. ഇനി ഇതിലൂടെ വരാറുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിന് അപ്പുറത്തേക്ക് ഉള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് വിചാരിക്കുകയാണ്. അതായത് ഉറപ്പായിട്ടും യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് കണ്ടന്റ് ഇട്ടാലും അതിന് രണ്ടഭിപ്രായം ഉള്ളവരുണ്ടാവും. ചിലപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവാം, ചിലപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളവരുണ്ടായിരിക്കാം അല്ലെ? എന്ത് കണ്ടന്റ് ആണെങ്കിലും. ഇപ്പം നിങ്ങൾ പോട്ടെ, ഇനി വെറും മോട്ടിവേഷണൽ കണ്ടന്റ്സ് മാത്രം ഇട്ട് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, വളരെ പോസിറ്റീവായിട്ട് നല്ല നമുക്ക് ഒരുപാട് ടേക്ക് അവേ ഉള്ള കാര്യങ്ങൾ ഇടുന്ന, വളരെ പോസിറ്റീവായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ, ഒരു പേഴ്സണൽ കാര്യങ്ങളും ഷെയർ ചെയ്യാത്ത ആൾക്കാരുടെ വീഡിയോസിന് പോലും നെഗറ്റീവ് കമൻസ് കാണാറുണ്ട്. നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കാം. സോ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ, നമ്മളൊരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ രണ്ടും എക്സ്പെക്ട് ചെയ്യുക. നെഗറ്റീവ് കമൻസും ഉണ്ടായിരിക്കും, പോസിറ്റീവ് കമൻസും ഉണ്ടായിരിക്കും. അപ്പോൾ
ഉറപ്പായിട്ടും എനിക്കും നെഗറ്റീവ് കമൻസും ഉണ്ട്. നെഗറ്റീവ് കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് ഇതിൽ പറയുക അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് എന്താ പറയുക നെഗറ്റീവ് കമൻസിനെ പേടിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇടാതിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ഓഫ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക, നിങ്ങൾക്ക് വിഷയമേ നിങ്ങളുടെ ടോപ്പിക്കേ മാറ്റി വേറെയിലേക്ക് സ്വിച്ച് ചെയ്തെടുക്കാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇട്ടിട്ടുള്ള കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളത് ഡിലീറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ടിനെ ഹൈഡ് ചെയ്യാം. ബിക്കോസ് ഇത് നമ്മുടെ ചാനലാണ്, നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ സംസാരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ചാനലാണ്, നമ്മൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കമൻറ്റ് വന്നാൽ അതെല്ലാവർക്കും, നിങ്ങൾക്ക് ചാനലുള്ളവർക്ക് അത് മനസ്സിലാവും, നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്കതൊരിക്കലും എനിക്ക് പോസിറ്റീവ് മാത്രമേ വരാവൂ എന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഉറപ്പായിട്ടും ബഹുജനം പലവിധം എന്ന് പറഞ്ഞ പോലെ എന്ത് വിഷയം നിങ്ങൾ സംസാരിച്ചാലും അതിൽ പല അഭിപ്രായമുള്ളവരുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളെ പേഴ്സണലി ഇഷ്ടമല്ലാത്തവരുണ്ടായിരിക്കാം ഉറപ്പായിട്ടും അല്ലേ. ഇപ്പം ഞാനെന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന ഒരു 10 പേരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരു 20 പേരുണ്ടായിരിക്കും. അത് ചിലപ്പം എന്തെങ്കിലും റീസൺസ് ആവാം, എന്നോടുള്ള പേഴ്സണൽ റീസൺസ് ആയിരിക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസ് കൊണ്ട് എന്നെ അവർക്ക് ഇഷ്ടമല്ലായിരിക്കാം. എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. എല്ലാവരെയും പ്ലീസ് ചെയ്തുകൊണ്ട് ഇരിക്കാൻ എനിക്ക് പറ്റില്ല, ആർക്കും പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പം അതുകൊണ്ട് നമ്മുടെ വീഡിയോസിന് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവരും ഒക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളത് ഡിലീറ്റ് ചെയ്യുക, ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുക, അവരെ അങ്ങ് ഹൈഡ് ചെയ്ത് വെച്ചേക്കുക. ഞാനത് ചെയ്യാറുണ്ട്, ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. എനിക്ക് നെഗറ്റീവ് കമൻസ് എന്ന് പറയുന്നത് ഞാൻ മീഡിയയുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഗുണവും ആർക്കും ഇല്ലാത്ത കാര്യങ്ങൾ, എന്നെ ഹേർട്ട് ചെയ്യുന്ന, എനിക്ക് വിഷമിക്കുന്ന പല കാര്യങ്ങളും കൊണ്ടുവന്നിടുമ്പോൾ അത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് അവിടെ എവിടെ ഹൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ചിലപ്പോൾ ഞാൻ ആ ചാനൽ തന്നെ ഹൈഡ് ചെയ്ത്, അല്ലെങ്കിൽ ആ അക്കൗണ്ട് തന്നെ ഞാൻ ഹൈഡ് ചെയ്ത് ചെയ്യാറുണ്ട്. അത് വേറെ വിഷയം. അപ്പോൾ അത് നിങ്ങൾക്ക് അതിനുള്ള റൈറ്റും ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ യൂട്യൂബ് വീഡിയോ ഇടുമ്പം ഈ പറയുന്ന പോലെ എൻ്റെ യൂട്യൂബ് ചാനലിൽ നമുക്ക് അനലറ്റിക്സ് ഉണ്ട്. നമുക്ക് അനലൈസ് ചെയ്ത് എന്താ പറയുക പഠിക്കാൻ പറ്റും നമ്മുടെ ഓഡിയൻസ് എങ്ങനെയുള്ളവരാണ്, അവരുടെ ഏജ് റേഞ്ച് എന്താണ്, അവർ എവിടെയുള്ളവരാണ്, അതുപോലെ അവരുടെ എന്താ പറയുക അവരെങ്ങനത്തെ വീഡിയോസൊക്കെയാണ് അവർ കൂടുതൽ കാണുന്നത്, അല്ലെങ്കിൽ അവർ ഏത് ടൈമാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബിനകത്ത് ഓൺലൈൻ ഉള്ളത്. ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് യൂട്യൂബ്, അതുപോലെ നമ്മുടെ ഏത് വീഡിയോ ആണ് കൂടുതൽ അവർ ഇഷ്ടപ്പെടുന്നത്, നമുക്ക് ഏത് വീഡിയോസാണ് റീച്ച് ഉള്ളതെന്നുള്ള ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും YT സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൻ്റെ അനലിറ്റിക്സിൽ പോയാൽ അറിയാൻ പറ്റും. അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ അത് കൂടുതലും അൺസബ്സ്ക്രൈബേഴ്സാണ്. അതായത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് എൻ്റെ വീഡിയോസ് കൂടുതലും കാണുന്നത്. അപ്പോൾ അവർക്ക് എന്തായാലും താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുടെയൊക്കെ കൂടുതൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് എൻ്റെ വീഡിയോ അന്ന് തൊട്ട് ഇന്ന് വരെ കാണുന്നത്. അപ്പം ആ ഗ്രാഫും നമുക്ക് അതിൽ കാണാൻ പറ്റും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരു പക്ഷേ അവർ സബ്സ്ക്രൈബ് ചെയ്യണ്ട എന്ന് വെച്ചിട്ടായിരിക്കാം, കാരണം വേറെ ഒന്നും കൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ അറിയണ്ടായിരിക്കില്ല, സബ്സ്ക്രിപ്ഷനെ കുറിച്ചിട്ടൊന്നും അറിയാത്തവരായിരിക്കാം ചിലപ്പോൾ. അത് ഇനി അതുമല്ല എങ്കിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയണം, എന്നാൽ അവരെ സപ്പോർട്ട് ചെയ്യരുത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം ഉറപ്പായിട്ടും. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാവരും ഞാൻ വിചാരിക്കുന്ന പോലെ ചിന്തിക്കാവൂ, എനിക്ക് പോസിറ്റീവ് കമൻറ്റേ ഇടാവൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോണില്ല, നമ്മൾ എവിടെ എത്താനും പോണില്ല. നമ്മൾ പോകുന്ന വഴിയിൽ മൊത്തം പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം അത് മൊത്തം ആക്സെപ്റ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഇതുപോലൊരു പബ്ലിക് മീഡിയയിൽ നമ്മളതെല്ലാം ആക്സെപ്റ്റ് ചെയ്തിട്ട് എക്സ്പെക്ട് ചെയ്തിട്ട് മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു അനലിറ്റിക്സിൽ കണ്ട കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം എനിവേ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അവർ ജെനുവൻലി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഈവൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും അവരെൻ്റെ വീഡിയോസ് കാണാറുണ്ട്. അപ്പം ഒരു തരത്തിൽ അവരും എനിക്ക് നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കാരണം എൻ്റെ വീഡിയോസ് അവർ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് എനിക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ല, എനിക്ക് ഒരു വിഷമവും ഇല്ല. നിങ്ങളും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, അതിലെനിക്ക് ഒത്തിരി സന്തോഷം. അപ്പം അതെനിക്ക് ഒരു തരത്തിലുള്ള ബെനിഫിറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാണ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് എൻ്റെ എന്താ പറയുക എൻ്റെ യൂട്യൂബ് ജേർണിയെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്താണ്, അത്രയേ ഉള്ളൂ. ഞാൻ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തെന്ന് വിചാരിക്കുന്നു.
എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. മസ്റ്റായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ കമൻറ്റ് റിപ്ലൈ തരും. വീഡിയോ ഇഷ്ടമായെങ്കിലും നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യുക. തുടർന്ന് അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. താങ്ക് യു സോ മച്ച്.